അപ്പോൾ എൻ്റെ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ താണ്ടെ ഒരു മേക്കപ്പിൻ്റെ പ്രോഡക്ട്സിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വരുന്നത്. ഇതിനു മുന്നേ ഞാനൊരു മേക്കപ്പിൻ്റെ പ്രോഡക്ട്സ് കാണിച്ചിട്ടുണ്ട് ഒരു വീഡിയോയിൽ. പക്ഷേ അത് എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ ഇത് എന്നുള്ളൊരു ഷോർട്ട് വീഡിയോയുടെ ഒരു ബാക്കിയായിട്ട് അതിലെന്തൊക്കെയാണ് യൂസ് ചെയ്തതെന്ന് കാണിക്കുന്നത്. പക്ഷേ ഇന്നിപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ഏതൊക്കെ പ്രോഡക്ട്സ് ആണ് ഉണ്ടെന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാവേ. അത് എനിക്ക് ഇട്ടിട്ട് എൻ്റെ ഫേസിന് സ്യൂട്ടബിൾ ആയിട്ടും അതുപോലെ ലോങ് ലാസ്റ്റിങ്ങും വെച്ച് നോക്കിയിട്ടാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഏതൊക്കെ പ്രോഡക്റ്റ്സ് ആണെന്നത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ചിലപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കാം. കാരണം ഈ പ്രോഡക്റ്റ്സ് ഒക്കെ ചിലപ്പോൾ യൂസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു ഫിനിഷിംഗ് ആയിട്ടുള്ള മേക്കപ്പ് ഒക്കെ കിട്ടും. അല്ലെന്നുണ്ടെങ്കിൽ ഒരുപാട് ഹെവി മേക്കപ്പ് ആഗ്രഹിക്കാതെ ഒരു നോർമൽ മിനിമൽ ആയിട്ടുള്ള ഒരു മേക്കപ്പ് ഇടുന്നവർക്കൊക്കെ ഇത് ജസ്റ്റ് ഒന്ന് ഹെൽപ്ഫുൾ ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ അതായത് ലിപ് ബാമാണ്. ലിപ് ബാമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് സെബാമെഡിൻ്റെ ലിപ് ബാമാണ്. ഇതിപ്പോൾ ഏകദേശം രണ്ടാമത്തെയാണ് കേട്ടോ. ഇതിന് മുന്നേ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഐ തിങ്ക് മോമോസോൻ്റെ ബ്രാൻഡിൻ്റെ ചെറി തന്നെയായിരുന്നു. ഇതും ചെറി തന്നെയാണ്, പക്ഷേ സെബാമെഡിൻ്റെയാണ്. ഇത് കുറച്ച് SPF ഉള്ളതാണ്. അതുപോലെ നല്ല മോയ്സ്ചറൈസർ ആയിട്ടുള്ളൊരു ലിപ് ബാമാണ് കേട്ടോ. അതുകൊണ്ടാണ്, പിന്നെ നല്ലതാണ്, അതുകൊണ്ടാണ് ഇത് ഞാൻ യൂസ് ചെയ്യുന്നത്. സെബാമെഡിൻ്റെ രണ്ടാമത്തെ ബോട്ടിലാണ് കേട്ടോ ഇത്. അപ്പം കണ്ടേ, ഇത് ഇത്രയാണ് ഞാൻ കറൻറ്റ്ലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു മിനിയേച്ചർ എൻ്റെ കയ്യിലുണ്ട്. ആ മിനിയേച്ചർ ഇതാണ്. ഇതൊരു സെറ്റാണ് കേട്ടോ. ഇത് TNW എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഇന്ത്യൻ ബ്രാൻഡാണ് കേട്ടോ. അവരുടെ നാച്ചുറൽ ആയിട്ടുള്ള ലിപ്സ്റ്റിക്കാണ്. ഇതെനിക്ക് എൻ്റെ കൊള്ളീക്ക് നാട്ടിൽ പോയിട്ട് വന്നപ്പം എനിക്ക് കൊണ്ടു തന്നെയാണ്. ഓൾമോസ്റ്റ് എല്ലാം ഫിനിഷ്ഡാണ്. ഇതിൽ ഇങ്ങനെ ഫില്ലായിട്ട് കാണുമെങ്കിലും ഫിനിഷ്ഡാണ് കേട്ടോ. ഉള്ളിലിട്ട് നോക്കുമ്പോൾ ഒന്നും കാണത്തില്ല. തീരാറായി. എന്നാൽ ചില സമയത്ത് ഞാൻ ഇത് പക്ഷെ ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആണ് കേട്ടോ. നമ്മൾ ഫുഡ് കഴിച്ചാൽ ഒന്നും പോകത്തില്ല. ഫുഡ് കഴിച്ചിട്ടും നമ്മൾ കുറച്ച് കഴിയുമ്പോൾ നോക്കുമ്പോൾ നമ്മുടെ ലിപ്സ്റ്റിക്ക് അതേപോലെ അവിടെ തന്നെ കാണും. ഇത് ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആണ്. അതുകൊണ്ട് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളതിൽ ഏറ്റവും ലോങ് ലാസ്റ്റിംഗ് എനിക്ക് TNWയുടെ ഇവിടെ തോന്നിയിട്ടുണ്ട് കേട്ടോ. പേഴ്സണൽ അഭിപ്രായമാണ്. ഞാൻ ഫുഡ് കഴിച്ചിട്ട് മെയിനായിട്ട് ഫുഡ് കഴിച്ചിട്ട് നോക്കുമ്പോഴും ലിപ്സ്റ്റിക്ക് അതുപോലെ കാണും. അതുകൊണ്ടാണ് ഞാൻ ഇതിങ്ങനെ വെച്ചേക്കുന്നതും കളയാതെ. ഇത് ഇത്രയും എൻ്റെ 1 2 3 4 5 6 7 8 ഷെയ്ഡ്സ് ഇപ്പോൾ ഉണ്ട്. ഒന്നിപ്പോൾ താഴെ പോയി. പിന്നെ ദാണ്ടെ ഈ ലിപ്സ്റ്റിക്സ് ആണ്. അങ്ങനെ UAE താമസിക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാട് ലിപ്സ്റ്റിക് ഷെയ്ഡ്സ് ഒന്നും ഇല്ല, അങ്ങനെ ആരും വിചാരിക്കല്. ഞാൻ കറൻറ്റ്ലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മേബിലിൻ്റെ സൂപ്പർ സ്റ്റേയുടെ ഈ ഒരു ഷെയ്ഡാണ്. ഞാൻ മിക്കവാറും റെഡിന് യൂസ് ചെയ്യുന്നതാണ്. പയനിയറിൻ്റെ 20 എന്ന് പറയുന്ന ഷെയ്ഡാണ്. അതുപോലെ മാക്സ് ഫാക്ടറിൻ്റെ കളർ കളക്ടർ എന്നും പറഞ്ഞിട്ട് അതിൻ്റെ 4031 എന്ന് പറയുന്നൊരു ഷെയ്ഡുണ്ട്. ഇതാണ് ഇപ്പോഴും ഞാൻ ഇട്ടേക്കുന്നത് കേട്ടോ. ഇത് ഞാൻ ഡെയിലി ബേസിസ് ഇടുന്ന ഷെയ്ഡാണ്. പിന്നെ നോട്ട് എന്ന് പറയുന്ന ബ്രാൻഡുണ്ട്. ആ ബ്രാൻഡിൻ്റെ ഒരു ബ്രൗൺ ഷെയ്ഡാണ് കേട്ടോ. ഇത് നല്ലൊരു എന്താ പറയുക, ഒരു ഭയങ്കര ഒരു ലുക്ക് തരും കേട്ടോ. ഡാർക്ക് ഡ്രസ്സിൻ്റെ കൂടെ, അതായത് ബ്ലാക്ക് ഡ്രസ്സിൻ്റെ കൂടെ ഞാൻ ഫുൾ ബ്ലാക്ക് ഇട്ടിട്ട് ഇതിട്ടിട്ട് ഓഫീസിൽ പോകുമ്പോഴത്തേക്ക് എല്ലാവരും ഒന്ന് പറയും, പിന്നെ നല്ല ഷെയ്ഡ് എന്ന് പറയും. കാരണം ഇതിനൊരു ബോൾഡ് ലുക്ക് തരുന്ന, ബോൾഡില്ല ബ്ലാക്കിൻ്റെ കൂടെ ഈ ഒരു ഷെയ്ഡും കൂടി വരുമ്പോഴത്തേക്കും ഒരു ബോൾഡ് ലുക്ക് തരുന്ന ഷെയ്ഡാണ് കേട്ടോ. പിന്നെ എൻ്റെ കയ്യിലുള്ളത് മാക്കിൻ്റെ ബ്ലാക്ക് പാന്തർ എഡിഷനിൽ വരുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ. ഇതൊരു ഗ്ലിറ്ററി, അതായത് ലിപ് ഗ്ലോസ് മാതിരത്തെ ഉള്ളൊരു ഷെയ്ഡാണ്. ലൈക്ക് നമ്മൾ നൈറ്റ് പാർട്ടിക്കൊക്കെ പോകുമ്പം പറ്റിയ ഒരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ഇത് മാക്കിൻ്റെ ബ്ലാക്ക് പാന്തർ എന്ന് പറയുന്നതാണ്. ഇതും ഏകദേശമൊക്കെ ഉള്ളിൽ കാലിയാണ്. പക്ഷേ ഇതൊക്കെ എന്താ സംഭവം എന്ന് വെച്ചാൽ ഇതെല്ലാം മിക്സ് മാച്ച് ആക്കി ഇടാറുണ്ട്. ഈ കുറച്ചിട്ടിട്ട് അടുത്ത ലിപ്സ്റ്റിക്ക് ഇട്ടിട്ട് എല്ലാം ഞാൻ മിക്സ് മാച്ചാണ്. അതുപോലെ ഇതിപ്പം മേബിലിൻ്റെ സൂപ്പർ സ്റ്റേയുടെ മിനി ലിങ്ക് എന്ന് പറയുന്ന ഒരു ഷെയ്ഡ്. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് റെഡ് ഹോട്ട് 25 എന്നാണ്. അങ്ങനെ അപ്പോൾ ഇത്രയാണ്. ഞാൻ ഓരോന്നും കാണിച്ചു തരാം. എൻ്റെ കയ്യിലിട്ട് കാണിച്ചു തരാം. ഫസ്റ്റ് ഇത് കയ്യിൽ തന്നെ നല്ല ഭയങ്കര പിഗ്മെൻറ്റഡ് ആട്ടോ. ഇത് കാണിച്ചു തരാം.
ഫാക്ടറിൻ്റെ ഇത് സൂപ്പർ സ്റ്റേ മാറ്റ് ഇങ്കിൻ്റെ മെബിലിൻ്റെ ആണ്. അതുപോലെ തന്നെ ഇത് മെബിലിൻ്റെ തന്നെ വിനിയിൽ നിന്നും പറഞ്ഞിട്ട് ഇതൊരുമാതിരി ഗ്ലോസി ഫിനിഷാണ് കേട്ടോ, മാറ്റേ ഫിനിഷ് അല്ല, ഗ്ലോസി ഫിനിഷാണ് കേട്ടോ. ഇതിങ്ങനത്തെ ഒരു ഗ്ലോസി ഫിനിഷ് തന്നെയാണ് കേട്ടോ. പിന്നെ മാക്കിൻ്റെ പിങ്ക് പാന്തർ വന്നിട്ട് ഇതൊരു ഞാൻ പറഞ്ഞ ഗ്ലിറ്ററി ആയിട്ടുള്ളൊരു ഷെയ്ഡാണ്. നൈറ്റ് പാർട്ടിക്കൊക്കെ പോകുമ്പോൾ പറ്റിയൊരു തിളങ്ങുന്നു. ഇതിനകത്ത് വീഡിയോക്കകത്ത് തിളങ്ങുന്നുണ്ടോയെന്ന് പറഞ്ഞൂടാ, ഒരു തിളക്കം, ഒരു ഷിമ്മറി ഷെയ്ഡാണ് കേട്ടോ. ഇത് ഫുള്ളൊരു ഷിമ്മറി ഷെയ്ഡാണ്. പിന്നെ വന്നിട്ട് എൻ്റെ നോട്ട്, പിന്നെ ഈ ഒരു കളറാണ് ഇതിന്. ഓക്കെ, ദെൻ എൻ്റെ ഡെയിലി ബേസിസ് ആയിട്ടുള്ള കളർ കളക്ടറിൻ്റെ ആണ്. ഇതാണ് കേട്ടോ ഈ ഷെയ്ഡ്. പിന്നെ എൻ്റെ കയ്യിലുള്ളത് ഈ മിനിയേച്ചറിൽ ഒരു റെഡ് ഉണ്ട്. മിനിയേച്ചറിൽ ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന ഞാൻ കാലിയാണ് കേട്ടോ, കാണാമോ ഇത് ഫുള്ള് കാലിയാണ്. ചിലപ്പം ഇത് വരുമോയെന്ന് എനിക്കറിയത്തില്ല ഗൈസ്. കണ്ടോ, ഒന്നുമില്ല, കാരണം കാലിയാക്കി വെച്ചേക്കുവാണ് ഞാൻ. ഇതിൽ നോണ്ടി പിന്നെയും എന്തൊക്കെയോ. ഇനിയിപ്പോൾ നോണ്ടി ഞാനിത് വേസ്റ്റ് ചെയ്യണോ? ഇതെനിക്ക് അടുത്ത പ്രാവശ്യം എവിടെയെങ്കിലും കിട്ടാൻ. സോറി ഗൈസ്, വേണ്ടേ. ഇതാണ് ഇതിൻ്റെ ഷെയ്ഡ്. ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആട്ടോ. നോക്കിക്ക്, ഇത്രയേ ഉള്ളതിൽ ഇതായിരിക്കും ഭയങ്കരമായിട്ട് ലോങ് ലാസ്റ്റിങ് നിൽക്കാൻ പോകുന്നത്. സോ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു TNWയുടെ. നിങ്ങൾ ഇന്ത്യയിൽ ഇത് നല്ല അവൈലബിൾ ആയിരിക്കും കേട്ടോ. അവരുടെ വെബ്സൈറ്റിൽ നിന്ന് വാങ്ങിയാൽ മതി, നല്ല ഓഫറൊക്കെ നടക്കും. ബുള്ളറ്റ്സ് ഇത് വാങ്ങിയാലും മതി കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. ഇവിടെ ഈ മിനിയേച്ചർ വാങ്ങിയിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് പിന്നെ ഏത് കളറാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ അത് വാങ്ങാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് എൻ്റെ കയ്യിലുള്ള ലിപ്സ്റ്റിക്ക്. അല്ല, ഇതല്ല, ബാക്കി ഇതിൻ്റെ കുറേയൊക്കെ ഉണ്ട്. ഒരു പിങ്ക് ഷെയ്ഡ് കാണിച്ചു തരാം. പക്ഷെ പിങ്ക് ഞാൻ ഇതിൻ്റെ കൂടെ വെച്ചിട്ടില്ല. പിങ്ക് ഞാൻ ഉണ്ട്. പക്ഷെ ഈ പിങ്ക് അല്ല കേട്ടോ, വേറൊരു പിങ്ക് ഉണ്ട് ഇതിൻ്റെ കൂടെ. ആ പിങ്കാണ് ഞാൻ ഇപ്പോൾ കാണിച്ച ഈ റെഡിനെക്കാട്ടിലും ഞാൻ വെളുപ്പിച്ച് വെച്ചേക്കുവാണ്. ഒരു പിങ്ക് ഷെയ്ഡാണേ, പിങ്ക് എന്നൊക്കെ പറയാം. ഇത് നല്ല ചേരുന്നതാണ് കേട്ടോ. ഇത് എൻ്റെ ലിപ്സ്റ്റിക്കിന് നല്ല ചേരും. പിന്നെയും ഇതെല്ലാം ന്യൂഡ് ഷെയ്ഡാണ് കേട്ടോ. ഇതും ഒരു കൈൻഡ് ഓഫ്, ഇവിടെ ഇടാം ഇപ്പം കളർ മനസ്സിലാവും. എന്താ കളർ. ഇതിട്ടിട്ട് ഞാനിപ്പം ഇങ്ങനെയൊക്കെ പറയുന്നത് എനിക്കധികം വ്യൂസ് കിട്ടാറില്ല. അപ്പം പിന്നെ എന്നെ കാണുന്ന ആൾക്കാർ മാത്രമേ കാണത്തുള്ളൂ. ട്രോളത്തില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ ഇത്രയും ഓപ്പണായിട്ട് സംസാരിക്കുന്നത്. കാരണം നമ്മുടെ വീഡിയോ അധികം റീച്ചൊന്നും ആവുന്നില്ല, എന്നാലും എന്നെ കാണുന്നവർ കാണുന്നുണ്ട് അല്ലേ. അവരെന്തോ വിചാരിക്കാനാ. സോറി ഗേസ്, ഇതൊന്നും ഇല്ല. ഇതിലൊക്കെ ഞാൻ ചില സമയത്ത് വേറെ എന്തെങ്കിലുമൊക്കെ ഡ്രോപ്പ് ഒഴിച്ചിട്ട് യൂസ് ചെയ്യും. സോ സോറി ഗേസ് ഫോർ ദാറ്റ്. ദീസ് TNW റിവ്യൂ. കാരണം റിവ്യൂ ഞാൻ പറയാം, സൂപ്പറാണ് സംഭവം. പക്ഷേങ്കിൽ എൻ്റെ കയ്യിൽ തീർന്നിരിക്കുകയാണ്.
ഇൻഷാല്ലാ വാങ്ങണം അത്. കാരണം എനിക്കത് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടാണ്. കാരണം അതിൻ്റെ ലോങ് ലാസ്റ്റിങ് ഒരു രക്ഷയില്ല. ഞാൻ എൻ്റെ ബാഗ് തപ്പാൻ പോയതാണ് ഗീസ്. കാരണം 2-3 ലിപ്സ് ഷെയ്ഡ് ഞാൻ നോക്കിയപ്പം ഇത്രയല്ലല്ലോ, 2-3 ഷെയ്ഡൊക്കെ കാണണമല്ലോ എന്നിങ്ങനെ ആലോചിച്ച് വന്നപ്പോഴാണ് എൻ്റെ ബാഗിൽ എന്തെങ്കിലുമൊക്കെ കാണുമെന്ന് ഇങ്ങനെ ഓർത്തത്. ഇത് കണ്ടോ, എൻ്റെ ബാഗിനുള്ളിലുള്ള സെബാമഡ് കേട്ടോ. കാരണം ഇപ്പം ഞാൻ നിങ്ങളെ കാണിച്ച സെബാമഡ് ഇതാണെങ്കിലും ഇത് പുതിയതാണെന്ന് പറഞ്ഞല്ലോ. ഞാൻ ആദ്യമത്തെ കാണിച്ചു തരാം. ഇത് ഫുള്ള് മൊത്തം ഫേഡ് ഔട്ടായിപ്പോയി. സോറി, ഈ അവസ്ഥയാണ്. ഇനി ഇങ്ങോട്ട് വരാനൊന്നുമില്ല ഗീസ്. അത്രയ്ക്കും എൻ്റെ പ്രോഡക്റ്റ്സ് ഒക്കെ നിങ്ങൾക്ക് വിശ്വാസത്തോടെ വാങ്ങാവുന്നതാണ്. കാരണം ഞാൻ രണ്ടാമതത് വാങ്ങണമെന്നുണ്ടെങ്കിൽ എനിക്ക് അത്രയ്ക്കും, ഞാൻ ഒന്നാമത് തന്നെ ഫസ്റ്റിലൊരു പ്രോഡക്റ്റ് വാങ്ങുമ്പോൾ അതിൽ ഒത്തിരി റിവ്യൂസ് ഞാൻ നോക്കും. ഒത്തിരി റിവ്യൂസ് നോക്കി എൻ്റെ സ്കിന്നിനും കൂടിയും പറ്റിയിട്ടുള്ള ആൾക്കാരുടെ റിവ്യൂസ് നോക്കിയിട്ടായിരിക്കും ഞാനൊരു പ്രോഡക്റ്റ് വാങ്ങുന്നത്. പഠിച്ചോത്തിച്ച് എല്ലാം ഒന്നും ഞാൻ പറയത്തില്ല, പക്ഷേ ഓൾമോസ്റ്റ് പ്രോഡക്റ്റ്സ് ഒക്കെ എനിക്ക് നല്ല സ്യൂട്ടബിളും ആയിട്ടുണ്ട്. നല്ല റിവ്യൂ എനിക്ക് പേഴ്സണൽ അഭിപ്രായത്തിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ രണ്ടാമതും വാങ്ങുന്നത്. അങ്ങനെ വാങ്ങിയതാണ് ഈ സെബാമഡൊക്കെ. കാരണം ഇതിപ്പം കഴിഞ്ഞ കുറച്ച് മാസമായിട്ട് നമുക്ക് ഇപ്പോഴല്ല, ഒരു 4-5 മാസം മുന്നേ നല്ല വിൻ്റർ ടൈം ആയിരുന്നു. അപ്പം ഫുള്ള് തീർത്തതാണ്. കാരണം ഡ്രൈ ആവും നല്ലതായിട്ട് സ്കിൻ ഇവിടെ. പിന്നെ 2 കിട്ടുള്ളൂ ബാഗിൽ നിന്ന്. ഇനി എവിടെയെങ്കിലും നിന്നൊക്കെ തപ്പും. നിങ്ങൾക്ക് ഇനി പിങ്ക് ഷെയ്ഡ് അല്ല, ഇത് വേറെ ഏതോ ഷെയ്ഡാണ്. ഇത് നല്ലൊരു എന്താ പറയുക, ഭയങ്കരമായിട്ടുള്ള നല്ല ഷെയ്ഡാണ്. എനിക്ക് ഈ ഷെയ്ഡ് ഭയങ്കര ഇഷ്ടമാണ്. ഇതെന്ന് പറയുന്നത് നമ്മുടെ ലവ്ത്തിൻ്റെ സ്റ്റെയിൻ സ്റ്റിക്ക് എന്ന് പറയുന്ന സാറ്റിൻ സ്റ്റിക്കാണ് കേട്ടോ. ലവ് ആൻഡ് എർത്തിൻ്റെ കണ്ട എല്ലാം മിനിയാണ് കേട്ടോ. കാരണം ഞാൻ ഒരു പ്രോഡക്റ്റ് തന്നെ പല കളേഴ്സ് നമ്മൾ പല സമയം യൂസ് ചെയ്യും. ഇതൊക്കെ വാങ്ങിച്ചിട്ട് ഞാൻ എപ്പോൾ തീർക്കാനാണെന്ന് അതൊക്കെ. അതുകൊണ്ട് തന്നെ സോറി കേട്ടോ. ഇപ്പോൾ ഇത് കണ്ടില്ലേ, ഇത് കിട്ടി അതോടെ തീർത്തു. ഇത് TNWയുടെ എല്ലാം. പക്ഷേ ഇത് മാറി മാറി യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. എന്നാലും എനിക്ക് കുറച്ചും കൂടി മിനിയേച്ചർ ഇഷ്ടം ലിപ്സ്റ്റിക്കിൽ. പിന്നെ ഇത് എൻ്റെ കയ്യിലിരിക്കുന്ന ബോർജോയ്സിൻ്റെ ഇതും ഭയങ്കരമായിട്ട് നല്ല കേട്ടോ. പക്ഷെ ഇതിൻ്റെയൊക്കെ എന്ന് പറയുമ്പം ഗ്ലോസി ആയിട്ടുള്ള ഒരിതാണ്. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് റൂജ് വെൽവെറ്റ് 10 ആണ് കേട്ടോ. ഒളിഞ്ഞു പോയാലോ, ഇത് വെക്കാം. ദിസ് ഈസ് ആക്ച്വലി ഗോ വിത്ത് ദിസ് ഔട്ട്ഫിറ്റ് റൈറ്റ്. ഇതുമായിട്ട് നന്നായിട്ട് പോകുമല്ലേ, ചെയ്തിട്ടാൽ മതി. എൻ്റെ അമ്മയെ ഇത് ആക്ച്വലി ഷെയ്ഡ് മാറിപ്പോയി കേട്ടോ. ഇത് കുറച്ച് ബ്രൗണിഷ് ആയിപ്പോയി. കാരണം ഞാൻ ഓൾറെഡി മറ്റേ ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടുള്ളൂ. ഓക്കെ, ഫോണിൽ എത്ര കുറച്ച് ഡാർക്ക് തോന്നുന്നുണ്ട്. കണ്ണാടി മിററിൽ നോക്കിയപ്പോൾ അധികം കുഴപ്പമില്ല കേട്ടോ, നല്ല ഷെയ്ഡായിട്ട് തോന്നുന്നുണ്ട്. എൻ്റെ ലൈറ്റ് പോകുന്നു ഗേസ്. നിങ്ങൾക്ക് ഇവിടുത്തെ വ്യൂ കാണിക്കണോ? വേണ്ടല്ല. പിന്നെ ലാസ്റ്റ് ബ്ലഷ്. നമ്മൾ ലിപ്സ്റ്റിക്ക് ഇട്ടല്ലോ, ഇത്രയും ലിപ്സ്റ്റിക്ക് ഇട്ടതിന് ശേഷം നമുക്ക് മേക്കപ്പ് സ്പ്രേ അടിക്കണം. മേക്കപ്പ് സ്പ്രേക്ക് ഞാൻ നേരത്തെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഇവിടെ നിന്ന് മോമോസ് ലോക്കലായിട്ട് ഞാൻ മേടിച്ച ഒരു മോമോസ് എന്ന് പറയുന്ന ബ്രാൻഡില്ല, അവിടെ ഒരു ലോക്കൽ മേക്കപ്പ് സ്പ്രേ ആണ് ഞാൻ യൂസ് ചെയ്തത്. അതിനുശേഷം ഇപ്പോൾ കറൻ്റ്ലി കയ്യിലിരിക്കുന്ന മേക്കപ്പ് സ്പ്രേ ഒക്കെ ഞാൻ മാറ്റിക്കൊണ്ടിരിക്കും കേട്ടോ. തീരുമ്പോൾ ഞാൻ വേറെ വാങ്ങിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ ഫിറ്റ്മി എന്ന് പറയുന്ന ഹുദ ബ്യൂട്ടി ഒന്നും അല്ല കേട്ടോ. ഹുദ ബ്യൂട്ടിയുടെ ഏതോ ലോക്കൽ ഐറ്റമാണ്. ഇതെനിക്ക് എക്സിബിഷനിൽ നിന്ന് കിട്ടിയതാണ്. ഞാൻ പറഞ്ഞത് എൻ്റെ ഓഫീസിൽ നിന്ന് ഇയറിലൊരു കോസ്മെറ്റിക്സ് ആൻഡ് പെർഫ്യൂമിൻ്റെ ഒരു ബ്യൂട്ടി വേൾഡ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നടക്കുക. ആ സമയത്ത് നമുക്ക് ഒരുപാട് രാജ്യത്തു നിന്ന് ഒരുപാട് ബ്രാൻഡുകൾ വരും. അപ്പോൾ നമ്മളിങ്ങനെ ലാസ്റ്റ് അവർ ഒരുപാട് ചീപ്പ് റേറ്റിൽ നമുക്ക് അഫോർഡബിൾ പ്രൈസിൽ നമുക്ക് കിട്ടും നല്ല ഐറ്റംസ്. അപ്പോൾ അങ്ങനെ കിട്ടിയ ഒരു ബ്രാൻഡിൻ്റെയാണ് കേട്ടോ. അപ്പോൾ കറൻലി ഇതാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിനൊരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ സ്പ്രേ ആയിട്ട് വരത്തില്ല, ജസ്റ്റ് പമ്പ് കൊണ്ടോ ഒറ്റ പമ്പിലായിട്ടാണ് വരുന്നത്. ഇതിൻ്റെ പമ്പ് ശരിയല്ല ഗൈസ്.
പക്ഷേ സംഭവം കൊള്ളാം. ഇതിന് മുന്നേ എഴുതുന്നത് കുറച്ചും കൂടി ബെറ്റർ ആയിരുന്നു. പിന്നെ ഇതിപ്പോൾ ഫ്രീ ആയിട്ട് എനിക്ക് കിട്ടിയത്, പിന്നെ നമ്മൾ അത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളിൽ പലവരും എന്നോട് എനിക്ക് പേഴ്സണലി അറിയാവുന്നവർ തന്നെ എന്നോട് ചോദിച്ചിട്ടുണ്ട്, മേക്കപ്പ് പ്രോഡക്റ്റ്സ് ഒന്ന് കാണിച്ചു തരാമോ എന്ന്. എല്ലാവരും ചോദിക്കുന്നത് ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇടുമോ എന്നാണ്. ഇൻഷാ അല്ലാ അത് സമയം കിട്ടുമ്പോൾ ഞാൻ ഉടനെ ചെയ്യുന്നതായിരിക്കാം. പക്ഷേ ഇപ്പോൾ താണ്ടേ ഞാൻ ജസ്റ്റ് എൻ്റെ ഏതൊക്കെ പ്രോഡക്റ്റ്സ്, അതായത് എനിക്കിഷ്ടപ്പെട്ട പ്രോഡക്റ്റ്സ് നിങ്ങൾക്കും യൂസ് ചെയ്യാം, കണ്ണടച്ച് നിങ്ങൾക്കും യൂസ് ചെയ്തോളാം എന്ന് ഞാൻ പറയുന്ന കുറച്ച് പ്രോഡക്റ്റ്സ് ആണ് കേട്ടോ ഞാൻ കാണിച്ചേക്കുന്നത്. ഇതിലൊരു കളവുമില്ല. എനിക്കൊരു മേക്കപ്പ് പ്രോഡക്റ്റിൻ്റെയും ഒരു ബ്രാൻഡിൽ നിന്നും എനിക്ക് യാതൊരു വരുമാനവും ഇല്ല. ഇതെൻ്റെ ഹോണസ്റ്റ് റിവ്യൂ. ഞാൻ കാലങ്ങളിലായിട്ട് യൂസ് ചെയ്ത് എനിക്കിഷ്ടപ്പെട്ടുള്ള പ്രോഡക്ട്സിൻ്റെ ജസ്റ്റ് റിവ്യൂ മാത്രമാണിത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. പിന്നെ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കില്ല. അതോടൊപ്പം നിങ്ങൾ എൻ്റെ ചാനലിലേക്ക് ആദ്യമായിട്ടാണെന്ന് എനിക്ക് ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ടാറ്റാ, ബൈ.